അയ്യോ എന്റെ ചേട്ടൻ എന്നെ വിട്ടിട്ട് പോയേ. അങ്ങനെ നമ്മുടെ ഉറ്റ നൻപനും പോയി. നല്ല വിഷമമുണ്ടല്ലേ? ഇതെങ്ങനെ വിഷമിക്കായിരിക്കൂടാ? എൻ്റെ പൈസ തന്നിട്ട് ചത്താൽ മതിയായിരുന്നു. എത്ര രൂപ? 5000. അയ്യേ, അതൊക്കെ എന്ത്? എൻ്റെ കരുത്തിൽ കിടന്ന മാലയാണ് ആ സാമദ്രിക എടുത്ത് പണയം വെച്ചത്. ഇത് മുക്ക് കൊണ്ടുപോകണം. അയാൾ എവിടെയാണ് കൊണ്ട് വെച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് ചത്താൽ മതിയായിരുന്നു. ആ മാല സ്റ്റെപ്പിനി കൊടുക്കാൻ മുക്ക് ചെയ്ത് തന്നെ. ഏത് വണ്ടിയുടെ? വണ്ടിയുടെ അല്ല, സ്റ്റെപ്പിനി. പഴക്കുറ്റി ചാനും. ഓഹ്, കാമാന്തകൻ. സദാസമയം കുടിയും കള്ളവെടിയും. ഓഹ്, ഇയാളെങ്ങാനും ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടായാനല്ലേ. നമ്മളല്ല, നീ ഞാൻ നീറ്റ്. പിന്നെ ഇവിടെ അങ്ങേര് എന്ന് രാത്രി അയക്കുന്ന കുൽസിത റീൽസില്ലേ, അതിൽ ആദ്യത്തെ ലൈക്കറ്റ് പൊങ്ങി വരുന്നത് നിൻ്റെയാണ്. നീറ്റ് പോലെ നീറ്റ്. അത് വിട്. എൻ്റെ 5000 എങ്ങനെ വാങ്ങിക്കും ഞാൻ? അത് പോയി, മറന്നേക്ക്. ഭഗവാനെ, ഇവൻ നരകത്തിൽ തന്നെ പോയിട്ട് ആ തിളച്ച എണ്ണക്കകത്ത് കിടന്ന് മുരിയണേ. എന്നിട്ട് ആ തിളച്ച എണ്ണയെന്ന് ചൂടടിച്ച് എങ്ങനെയെങ്കിലും എണീറ്റ് വരുമ്പോൾ മുള്ളുള്ള കുഴിയിൽ വീഴണേ. ആഹാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ അതിൽ നിന്ന് കയറി വരുന്ന സമയത്ത് മിന്നലടിച്ച് ദേഹം മൊത്തം കരിയണേ. ആ, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നിരങ്ങി കാലൻ്റെ അടുത്ത് വരുമ്പോൾ കാലം പറയണം, പോടാ കാമക്കാട്ടിൽ കീമക്കടിയലെന്ന്. ഓ, ഇതിനെക്കാട്ടിലും ഭേദം അങ്ങനെ ഉയർത്താനായിട്ട് വരുന്നതായിരുന്നു. എടാ ചത്തിട്ടില്ലടാ പട്ടികളെ. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് കുറച്ച് ജീവനും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. എന്നാ എൻ്റെ 5000 തരുമോ? എൻ്റെ മാലയും കൂടി ഒന്ന് ഒപ്പിച്ചേരുവോ? ദേ വീണ്ടും ചത്ത്. നൻപനെ നമ്പിനാൽ